പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെയും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിപ്പാൻ, ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾ കടന്നു വന്നത് ഓർത്ത് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് 1 ചിന്തിച്ചത് 91 സങ്കീർത്തനമാണ്. അതിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവ് എന്നുള്ള വിഷയമാണ് ചിന്തിച്ചത്. ഡീറ്റെയിലായിട്ട് പറഞ്ഞിരുന്നു. അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമ്മുടെ ദൈവം ഉന്നതനാണ്, ഉയർന്നവനാണ്, ശാശ്വതവാസിയാണ്. അവൻ അത്യുന്നതൻ തന്നെ. ബാബിലോൺ സംസ്ഥാനത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത്, അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടത്. സ്തോത്രം. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതൻ വാഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നെബൂഖദ്നേസർ രാജാവിൻ്റെ അഹങ്കാരവും പ്രതാപവും തൻ്റെ ഹൃദയത്തെ ചിന്തിച്ച് നകളിച്ച സമയത്ത് അത്യുന്നതനായ ദൈവം തന്നെ രാജത്വത്തിൽ നിന്ന് മാറ്റി കാളയുടെ കൂടെ കാട്ടിൽ പുല്ലു തീറ്റിച്ച് ശിക്ഷാകാലം കഴിഞ്ഞവൻ മാനസാന്തരപ്പെട്ട അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ, നോക്കിക്കേ സ്തോത്രം, അവന് മഹത്വം കൊടുത്തും ബഹുമാനിച്ച് നമസ്കരിച്ച് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവനെ യഥാസ്ഥാനപ്പെടുത്തി. ദൈവമക്കളെ, സ്തോത്രം, ദൈവം അത്യുന്നതൻ തന്നെയാണ്. ഏത് രാജ്യമുണ്ടെങ്കിലും, ഏത് രാജാക്കന്മാരുണ്ടെങ്കിലും, ഏത് ഉന്നതനുണ്ടെങ്കിലും, ഏത് വലിയ പൊസിഷനിൽ നീങ്ങുന്നവനാണെങ്കിലും അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എങ്കിൽ ദൈവം അവനെ ശിക്ഷിക്കും. കാരണം ഉന്നതനും ഉയർന്നവനുമായ ദൈവമാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നവും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കാണുകയാണ്. ഭൂമിയിലുള്ള സകല രാജാക്കന്മാരുടെയും സിംഹാസനത്തിന് മുകളിൽ സിംഹാസനം വെച്ച് സകല രാജ്യത്വത്തെയും കത്തത്വങ്ങളെയും സകലതിനെയും ഭരിക്കുന്നത് ദൈവമാണ്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബെൽഷസ്സർ രാജാവിൻ്റെ ഭരണകാലത്ത് ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം, ഒരു ഫിംഗർ ആ ഭിത്തിയിൽ എഴുതിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൽദയ ഭാഷയിൽ മേനെ തെക്കേ ലുഫസി. നോക്കിക്കേ, ബാബിലോണിൽ സംസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ പാത്രമെടുത്ത് വീഞ്ഞു പകർന്ന് രാജാവിൻ്റെ വെപ്പാട്ടിമാരും പ്രതാപമുള്ളവരും ഉന്നതന്മാരും കൂടെ പാനം ചെയ്ത ആ രാത്രിയിൽ ദൈവത്തിൻ്റെ കരം ബെൽഷസ്സർ രാജാവിൻ്റെ ഭരണത്തിന്മേൽ വന്നു. അവനെ ഭരണത്തിൽ നീട്ടി. ആ രാത്രിയിൽ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. ദൈവമക്കളെ, ദൈവത്തിന് കൊടുക്കേണ്ട, ഉന്നതനായ ദൈവത്തിൻ്റെ കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചാൽ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം ഉന്നതൻ തന്നെ ആണ്. അങ്ങനെ നമുക്ക് ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് കടന്നു പോകട്ടെ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നത് കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുതേ. ഉന്നതന് മീതെ ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. നോക്കിക്കേ സ്തോത്രം, ഒരു സംസ്ഥാനത്തിൽ ഒരു ദരിദ്രനെ നീതിയും ന്യായവും എടുത്തു കളഞ്ഞു കണ്ടാൽ വിസ്മയിച്ചു പോകരുതേ. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ സാധുക്കളായ നമുക്കുടെ പല നീതിയും ന്യായവും മറിച്ചു കളയും. നീതിയില്ലാത്ത, ന്യായമില്ലാത്ത ഒരു ദൈവപൈതലിന് ഒരു നീതിയും കിട്ടാത്ത ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഒരു കോടതിയിൽ ചെന്നാൽ, അല്ലെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നാൽ, ഒരു അധികാരികളുടെ അടുക്ക ചെന്നാൽ ഒരു നീതിയും ന്യായവുമില്ല. ദൈവ മക്കളുടെ നോക്കിക്കേ, ഹല്ലേലൂയ,
പിടിപാടില്ലാത്തവൻ, കഴിവില്ലാത്തവൻ, പണമില്ലാത്തവൻ, സ്വാധീനമില്ലാത്തവൻ, റെക്കമെൻഡ് ഇല്ലാത്തവൻ. നോക്കിക്കേ ദൈവമക്കളെ, നീതിയും ന്യായവും ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവരുടെ നീതിയെ അട്ടിമറിക്കുന്ന ലോകമാണ്, തകിടം മറിക്കുന്ന ലോകമാണ്. ഫോർ എക്സാമ്പിൾ, വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി അവനൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എന്നാൽ വിദ്യാഭ്യാസം അതിലും കുറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തി രാഷ്ട്രീയ സ്വാധീനത്തിന്മേൽ അപ്ലൈ ചെയ്ത് അവർക്ക് ലഭിക്കും. അങ്ങനെ ദൈവമക്കളെ, നീതി നിഷേധിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, ഉന്നതനുമീതെ ഉന്നതനും അവനുമീതെ അത്യുന്നതനും നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിൽ നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന നിന്റെ വില്ലേജില്, നിന്റെ ഗ്രാമത്തില്, നീ ഇടപെടുന്ന, നീ ജോലി ചെയ്യുന്ന നിന്റെ ഓഫീസില്, അല്ലെ നിന്റെ ഫാക്ടറിയില്, നിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില്, നീ എവിടെ ജോലി ചെയ്യുന്നോ, നീ ഏത് പ്രസ്ഥാനത്തിന്, ഏത് യജമാനന്റെ കീഴിൽ ഏത് ജോലി ചെയ്യുന്നോ, പലപ്പോഴും നിന്റെ നീതി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ പലതും കടന്നു വരുമ്പോൾ നീ ഭാരപ്പെടേണ്ട. സ്തോത്രം. ഉന്നതനുമീതെ ഉന്നതൻ, അതിനു മീതി അത്യുന്നതനുണ്ട്. നിങ്ങൾക്ക് ഞാൻ വേദപുസ്തകത്തിൽ തന്നെ ചില എക്സാമ്പിൾസ് തരാം. ജോസഫ് നോക്കിക്ക് മിസ്രൈമിലായിരുന്നു. ജോസഫിന് എവിടെയെങ്കിലും നീതി കിട്ടിയിട്ടുണ്ടോ? സഹോദരന്മാരുടെ ഇടയിൽ നീതി കിട്ടിയില്ല. അവനെ ഇസ്മയേൽ കച്ചവടക്കാർക്ക് വിട്ട് അവനൊരു അടിമയായി ബാബിലോണിൽ മിസ്രൈമിൽ വന്നു. മിസ്രൈമിലെ അടിമച്ചന്തയിൽ അവനെ അവിടെ നിർത്തിയിരിക്കുക, വിൽക്കുവാൻ വേണ്ടി. അങ്ങനെയാണ് പൊത്തിപ്പേർ ഇവനെ കണ്ടു, അവനെ മേടിച്ചുകൊണ്ട് ഭവനത്ത് വന്നു. പൊത്തിപ്പേറിന്റെ ഭവനത്ത് വിശുദ്ധിക്കെതിരായി പോരാട്ടം കടന്നു വന്നപ്പോൾ നോക്കിക്കേ, അവിടെയും ജോസഫിനൊരു നീതി കിട്ടിയില്ല. എന്നാൽ കാരാഗ്രഹത്തിൽ ചെന്നു. സ്തോത്രം. ദിവസങ്ങൾ മുന്നോട്ട് പോയി. യോസേഫിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവിടെ അവൻ പീഡിക്കപ്പെട്ടോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ നീതി നിഷേധിക്കപ്പെട്ടോ, എവിടെ അവൻ കുറ്റം ചെയ്യാതെ നിഷ്കളങ്കനായി, നേരുള്ളവനായി, വിശുദ്ധിയുള്ളവനായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവന്റെ കൂടെയുള്ളവണ്ട് ജീവിച്ചു. പക്ഷെ നീതി നിഷേധിച്ചു. യോസേഫ് കഷ്ടം അനുഭവിച്ചുവെങ്കിലും യോസേഫിന്റെ ദൈവം ഉന്നതന്മാരുടെ മുകളിൽ ഉന്നതനും അതിന് മുകളിൽ അത്യുന്നതനുമായി വാഴുന്നത് കൊണ്ട് നോക്കണമേ, ഈജിപ്ഷ്യൻ സംസ്ഥാനത്തിൽ അവിടെ ഭരിക്കുന്ന ഫറവോനേക്കാളിലും മുകളിൽ സിംഹാസനം ഇട്ടുകൊണ്ട് രാജാക്കന്മാരെ ഭരിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്ന ദൈവം എന്ന് വെളിപ്പെടുത്തുവാൻ യോസേഫിന്റെ ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവം. എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ നീതി നിഷേധിക്കപ്പെട്ടോ, അവിടെ യോസേഫിന് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എൻ്റെ വാത്സല്യ ദൈവമക്കളെ, നിങ്ങൾ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലാകാം സുവിശേഷ വേല ചെയ്യുന്നത്, നിങ്ങൾ ഗൾഫിലാകാം, നിങ്ങൾ ജോലി ചെയ്യുന്നത് അറബിയുള്ള ദേശത്തായിരിക്കാം, നിങ്ങളുടെ നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥലത്തായിരിക്കാം നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. നിങ്ങൾക്ക് അർഹമായ വേതനം ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ നീതികൾ പലതും നിഷേധിക്കപ്പെട്ട് തള്ളപ്പെട്ട് കൈക്കൂലികൾ കൊടുത്ത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കേണ്ട പലതും തട്ടിമാറ്റിയ അവസ്ഥയിൽ നിങ്ങൾ വേദനയോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ, ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ദൈവാത്മാവിൽ ഞാൻ ഇരുതൂത് വിളിച്ചറിയട്ടെ. സ്തോത്രം. നിന്റെ സൂപ്പർവൈസർക്കും നിന്റെ ഫോർമേനും മുകളിൽ, നിന്റെ ജനറൽ മാനേജർക്കും നിന്റെ സിഇഒയുടെ മുകളിൽ അത്യുന്നതൻ പ്രാർത്ഥിക്കുന്ന ഭക്ത നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിന്റെ നീതി ഇന്നല്ല നാളെ വെളിപ്പെട്ട് വരും. നീ പ്രാർത്ഥിച്ചാൽ മതി. മറ്റൊരു കാര്യത്തിനും നീ ഇടപെടാൻ പോകണ്ട. നീ ഒരു കൈക്കൂലി കൊടുക്കാനോ, നീ ഒരു റെക്കമെൻഡ് വേണ്ടി പ്രാർത്ഥിക്കണം. നീ മുട്ടുമടക്ക പ്രാർത്ഥിക്കുന്ന ഭക്ത നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ നോക്കിക്കേ, ആ പേർഷ്യൻ സംസ്ഥാനത്തിൽ മൊർദെഖായി അഹശ്വേരോശിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ എസ്തേർ മൊർദെഖായുടെ വീട്ടിൽ വളർന്നവളാ.
മൊർദെഖായി കിട്ടുന്ന നിസ്സാരമായ ശമ്പളത്തിൽ അപ്പനും അമ്മയില്ലാത്തവൾ ആ ചിറ്റപ്പന്റെ കൂടെ ജീവിച്ചു, അങ്കിളിന്റെ കൂടെ ജീവിച്ചു. അവൾക്കൊരു നല്ല സ്കൂളിൽ പോകാൻ പറ്റിയതുകൊണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു നല്ല വസ്ത്രം ധരിപ്പാൻ അവൾക്ക് ലഭിച്ചിട്ടുണ്ടോ? മൊർദെഖായിക്ക് ലഭിക്കുന്ന ഭൗതിക നന്മ കൊണ്ടാണ് കാര്യങ്ങൾ പോകേണ്ടത്. എന്നാൽ അഹശ്വേരോശ് തനിക്കൊരു റാണിയെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവകൃപയുള്ള പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ കീഴിൽ ജനിച്ചു വളർന്ന പ്രമാണം സൂക്ഷിക്കുന്ന ഈ എസ്തേറിനെ അങ്ങോട്ട് വിട്ടു. നോക്കി, എസ്തേർ ഇന്ന് എവിടെയാ? കൊട്ടാരത്തിലാ. രാജാവിന്റെ റാണിയാണ്, ക്യൂനാണ്. അല്ലേ എസ്തേറെ, നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരുണ്ടായിരുന്നു? നീ നിഷേധിക്കുന്ന ഹാമാന്റെ ഹോൾഡുള്ള സ്ഥലത്തല്ലേ? ആമാമാരൊന്നും ദൈവജനത്തിനെതിരാ, അമാലേക്കനാണ്. നോക്കി, ആ ദേശത്ത് ആരുണ്ട് ഇവളെ സഹായിപ്പാൻ? റെക്കമെൻഡ് ചെയ്യുവാൻ ആരുണ്ട്? ആരുമില്ല. എന്നാൽ ഉന്നതന് മീതെ ഉന്നതനുണ്ട്. തത്സമയത്ത് അവൻ നിന്നെ ഉയർത്തും. പ്രിയ ദൈവവൈതലേ, സഹോദരി, സഹോദര, നീ ഭാരപ്പെടേണ്ട. കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട. ഉന്നതന് മീതെ ഉന്നതൻ, അവൻ അത്യുന്നതൻ, നിനക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനകർത്താവ് മോശ അത്യുന്നതൻ എന്നുള്ള ആ വാക്ക് എടുത്തുദ്ധരിക്കുന്നത്. നമ്മുടെ ദൈവം അവൻ അത്യുന്നതനാണ്, അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നവനാണ്, അവൻ എക്സാൽട്ടഡ് വൺ ആണ്, അവൻ മോസ്റ്റ് ഹൈ ആണ്. നോക്കിക്കേ, അവന്റെ മറവിലാണ് നാം വസിക്കുന്നത്. മറ്റാരുടെയുമല്ല. നാം വസിക്കുന്നത് നമ്മുടെ ബോസിന്റെ മറവിലല്ല, നമ്മുടെ ബന്ധുമിത്രാദികളുടെ മറവിലല്ല, നമ്മുടെ ആരുടെയും മറവിലല്ല. അത്യുന്നതന്റെ മറവിലാണ് നാം വസിക്കുന്നത്. ഈ 91-ാം സങ്കീർത്തനത്തിലെ ഈ അത്യുന്നതൻ പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാവർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. അത്യുന്നതനായ ദൈവത്തോട് ക്ലോസ് ആയിട്ട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ദൈവവൈതൽ, ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ഒരു ദൈവവൈതലിന് പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളാണ് 91-ലുള്ളത്. അതെല്ലാവർക്കും ഉള്ളതല്ല. അവന്റെ മറവിൽ അവനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. സ്തോത്രം. അത്യുന്നതന്റെ മറവിൽ നാം വസിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം വസിക്കുന്ന മറവ്, ഷെൽട്ടർ, a secret place, ദൈവം നമ്മെ ഹൈഡ് ചെയ്തിരിക്കുന്ന ആ പ്ലേസ് മറ്റാരുടെയുമല്ല, അത്യുന്നതന്റെ മറവിലാണ് നീ വസിക്കുന്നത്. ആ ഒരു വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. ഒരൊറ്റ വ്യക്തിക്ക്, ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ അധികാരമില്ല. നീ അത്യുന്നതന്റെ മറവിലാണ് നീ വസിക്കുന്നത്. 31-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ വസിപ്പിക്കും. നീ അവരുടെ നാവുകളുടെ വാക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിൽ ഒളിപ്പിക്കും. നമ്മളിവിടെ ജീവിക്കുമ്പോൾ, സ്തോത്രം, മനുഷ്യരുടെ പിടിയിൽ നിന്നും, മനുഷ്യരുടെ വാക്കുകളിൽ നിന്നും, കുരുക്കുകളിൽ നിന്നും നമ്മളെ മറച്ച് സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇതിൽ നിന്നൊക്കെ സംഭവിക്കാവുന്ന, ഇതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. 27-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. 17-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ,
എന്നെ ചുറ്റി വളയുന്ന പാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴൽ എന്നെ മറച്ചു കൊള്ളണമേ. 32-ാം സംഘത്തെ 7-ാമത്തെ വാക്യത്തിൽ നീ എനിക്ക് മറുപടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ സൂക്ഷിക്കും. ഇങ്ങനെ അനേക വാക്യങ്ങളുണ്ട് ദൈവമക്കളെ. നാം അത്യുന്നതന്റെ മറവില. സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നിക്ക്. അവിടെ ചില മറവുകളെ കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. രാത്രി മുഴുവൻ മിസ്രൈമ്യ സൈന്യം ഇസ്രായേൽ മക്കളോട് അടുക്കാതെ വണ്ണം പാവപ്പെട്ട ദൈവമക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവരെ നടത്തിയ ചെങ്കടലിന്റെ ആ വഴിയായിരുന്നു. അതായിരുന്നു ദൈവത്തിന്റെ വഴി. വേറെ വഴിയുണ്ടെങ്കിലും ദൈവം നടത്തിയ വഴി ആ വഴിയാണ്. ദൈവമക്കളെ, ദൈവം നടത്തിയ വഴിയിൽ ആ വഴി ശ്രേഷ്ഠമായ വഴിയാ. കഷ്ടതകൾ പലതും കടന്നു വരും, പക്ഷെ അതിനൊക്കെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ചിലത് പഠിപ്പിക്കാനാ, നമ്മെ മനസ്സിലാക്കാനാ, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാനും ദൈവത്തിന്റെ മഹത്വം നമ്മിലും ലോകത്തിലും വെളിപ്പെടുവാനാണ് ചില പ്രതികൂലമുള്ള വഴിയിൽ കൂടി, കഷ്ടമുള്ള വഴിയിൽ കൂടെ നമ്മെ കടത്തിവിടുന്നത്. നമുക്കറിയത്തില്ല, ഈസിയായ വഴിയെ കടന്നു പോകാമായിരുന്നു, പക്ഷെ ഇതുവഴി വിട്ടതിന്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നോക്കിക്ക്, ഫറവോനും സൈന്യം പുറകെ വരികയാണ്. വലിയ സൈന്യമാണ്. ഫറവോന്റെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പട്ടാളക്കാരാണ്. മിസ്രൈമ്യ സൈന്യം അടുത്തു. അവർ രഥം അത്രയ്ക്ക് സ്പീഡാ. ഇവര് പാവപ്പെട്ട മണലിൽ കൂടെ നടന്നാ പോകുന്നത്. നമ്മുടെ ഒരു കഥ കേട്ടിട്ടില്ലയോ? ആമ നടക്കുന്നതും മുയൽ ഓടുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഇതേ സാഹചര്യം. എന്നാൽ മിസ്രൈമ്യ സൈന്യം ദൈവജനത്തോട് അടുക്കാതിരിപ്പാൻ ദൈവത്തിന്റെ ദൂതൻ അവരുടെ മധ്യേ വന്നു. മേഘസ്തംഭം അവരുടെ മധ്യേ വന്നു. നോക്കിക്കേ, മിസ്രൈമ്യ സൈന്യത്തിന് നോക്കണമേ, ഇത് ഇരുട്ടാകുമ്പോൾ ദൈവജനത്തിനത് പ്രകാശമായി. മിസ്രൈമ്യ സൈന്യത്തിനത് ഇരുട്ടാകുമ്പോൾ ദൈവജനത്തിനത് പ്രകാശമായി. നോക്കിക്കേ, അവിടെ ഒരു മറവ്. മിസ്രൈമ്യ സൈന്യത്തിന് ഇരുട്ടാ, ദൈവജനത്തിനോ അത് പ്രകാശമാകാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശത്രു അടുക്കാതെ വണ്ണം അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലോ ദൈവത്തിന്റെ തേജസ് ഉദിക്കും. ഈ ലോകത്തിന് അത് ഇരുട്ടായിരിക്കും, ശത്രുവിന് അത് ഇരുട്ടായിരിക്കുമ്പോൾ നിനക്കത് പ്രകാശമാകും. ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇനി അടുത്ത വേറൊരു മറവ് നമുക്ക് മിസ്രൈമിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഏതാ? രക്തത്തിന്റെ മറവ്. സംഹാരദൂതൻ 10-ാമത്തെ ബാധ, സംഹാരദൂതൻ മിസ്രൈമി മുഴുവൻ താണ്ഡവമാടുമ്പോൾ ഇസ്രായേലിന്റെ ഒരൊറ്റ വീട്ടിൽ സംഹാരദൂതൻ അടുക്കത്തില്ല. കാരണം എന്നറിയോ? രക്തത്തിന്റെ മറവ്. ഓരോ കുടുംബത്തിനും ഓരോ ആട് അറക്കപ്പെട്ടു. ആടിന്റെ രക്തം കട്ടൽക്കാൻമേലും കുറുമടി മേലും പുരട്ടി. നോക്കിക്കേ ദൈവമക്കളെ, സ്തോത്രം. രക്തത്തിന്റെ മറവുള്ളത് കൊണ്ട് സ്തോത്രം, സംഹാരദൂതൻ അടുക്കത്തില്ല. സ്തോത്രം. നോക്കിക്കേ, മിസ്രൈമിലെ സകല ഭവനങ്ങളും കണ്ണുനീര് നിലവിളി ഉയരുമ്പോൾ ഇസ്രായേലിന്റെ ഭവനം നോക്കിക്കേ, യാത്രയ്ക്കായി സന്തോഷത്തോടെ അവർ ചെരുപ്പിട്ടുകൊണ്ട് യാത്രയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുക.
ഇതാണ് ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൻ്റെ പ്രത്യേകത. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, കഴിഞ്ഞ നാളുകളിൽ ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവ് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും പരിപാലിച്ചത് കൊണ്ടല്ലേ? കഷ്ടത്തിൽ അവൻ ഏറ്റവും അടുത്ത തുണയല്ലേ? തിരുഹലടി അവന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിച്ചില്ലേ? തിരുനിവാസത്തിന്റെ മറവിൽ അവൻ നിന്നെ മറച്ചില്ലേ? തന്റെ ദയ കൊണ്ട് അവൻ നിന്നെ ചുറ്റിയില്ലേ? സ്തോത്രം, ദൈവത്തിലെ സ്തോത്രം. ദൈവത്തിന്റെ കരുണകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ മരുഭൂമി യാത്രയിൽ അവൻ തന്റെ മറവിൽ നമ്മെ മറച്ചപ്പോഴും സൂക്ഷിക്കുന്ന ദൈവമാണ്. മോശയുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. മോശയുടെ ജീവിതം മുഴുവൻ ഈ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലായിരുന്നു. മോശ കുഞ്ഞ് ജനിക്കുന്നത് പ്രതികൂലത്തിലാണ്. ഇസ്രായേലിന്റെ ഒറ്റ ആൺകുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുവാൻ അവിടെ അനുവാദമില്ലാതിരിക്കുമ്പോൾ ആ മാതാവും പിതാവും ജനിച്ച കുഞ്ഞിനെ കയ്യിലെടുത്തു. ഇവനൊരു പ്രോപ്പർ ചൈൽഡാണ്, ഇവനൊരു ഡിവൈൻ ബ്യൂട്ടിയുള്ള ചൈൽഡാണ്, ഞങ്ങൾ ഇവനെ വളർത്തും. സ്തോത്രം. വിശ്വാസ തീരുമാനമെടുത്തു. ദൈവത്തിന് വേണ്ടി നീ സമർപ്പിക്കപ്പെട്ടാൽ നിന്നെയും നിന്റെ തലമുറയും നിന്റെ കുഞ്ഞിനെയും അത്യുന്നതനായ ദൈവം തൻ്റെ മറവിൽ സൂക്ഷിക്കും. കുഞ്ഞുങ്ങളെ ഓർത്ത് ആരെങ്കിലും കരയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് ഈ ദൂത് പറയുന്നത്. നിന്റെ കുഞ്ഞിനെ ദൈവം സൂക്ഷിക്കും. നിന്റെ കുഞ്ഞിന് ഒരർത്ഥവും വരത്തില്ല. നിന്റെ കുഞ്ഞ് എത്ര ദൂരെ ഒറ്റയ്ക്ക് പഠിക്കാൻ പോയെങ്കിലും മറവിൽ അവൻ സൂക്ഷിക്കും. യാത്ര ചെയ്ത കുഞ്ഞിനെ അവൻ സൂക്ഷിക്കും. അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം അവരെ സൂക്ഷിക്കും. നീ ഭാരപ്പെടേണ്ട. മോശക്കുഞ്ഞിനെ 3 മാസക്കാലം സൂക്ഷിച്ചു. മിസ്രൈമിലെ പട്ടാളക്കാർ അതിന് ചുറ്റും നടന്നിട്ടും അവരെ കണ്ണിൽ പെട്ടില്ല. കാരണം ഈ കുഞ്ഞിനെ അത്യുന്നതന്റെ മറവിലാണ് സൂക്ഷിക്കുന്നത്. അതിന്റെ കരച്ചിൽ വെളിയിൽ കേൾക്കാതെ വണ്ണം അത്യുന്നതനായ ദൈവം ഒരു പ്രത്യേക വലയം അതിന് ചുറ്റും മറവ് സൃഷ്ടിച്ചു. ഒരു സൗണ്ട് പ്രൂഫിംഗ് സിസ്റ്റം ഉണ്ടാക്കി. കൊച്ചു കുഞ്ഞ് ജനിച്ച വീട്ടിൽ നമുക്കറിയാം, എപ്പോഴും കൊച്ചു കുഞ്ഞ് കരയും. ദൈവം അവിടെ ഒരു പ്രത്യേക വലയം ഉണ്ടാക്കി. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ രാവിലെ സമയം ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതൽ, നിന്റെ ഭവനത്തിന് ചുറ്റും നിന്റെ തലമുറയ്ക്ക് ചുറ്റും ശത്രു നോക്കാതെ വണ്ണം ഒരു വലയം ദൈവം സൃഷ്ടിച്ചിരിക്കുക. മോശക്കുഞ്ഞിന് 3 മാസം കഴിഞ്ഞ് നീലനദി കൊണ്ടിട്ടു. സഹോദരി ദൂരെ മാറി നിന്നുകൊണ്ട് കരയുക. സഹോദരി മാത്രമല്ല, ആ കുടിലേക്ക് നോക്കിക്കേ, പെറ്റമ്മയും പിതാവും അവിടെ നിന്ന് കരയുക. അയൽവക്കക്കാരൊക്കെ ചുറ്റും നിന്ന് പരിഹസിക്കുക. കണ്ടില്ലേ നിന്റെ വിശ്വാസം, കണ്ടില്ലേ നിന്റെ വിശ്വാസം, കണ്ടില്ലേ നിന്റെ വിശ്വാസം, കണ്ടില്ലേ നിന്റെ വിശ്വാസം. 3 മാസമല്ലോ ഉള്ളതെന്നോ. നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൃപയിൽ നിൽക്കുന്നു. എത്ര ദിവസം നോക്കിക്കേ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് വെച്ച ദൈവം കരുതുമെന്നും ദൈവം തന്റെ മറവിൽ മറയ്ക്കുമെന്നും വിശ്വാസമുള്ള ദൈവത്തിലെ സ്തോത്രം. നിന്നെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല. നീ സേവിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാ, മറ്റാരെയല്ല. നിങ്ങളൊന്ന് നോക്കിക്കേ. നാട്ടുകാര്, അയലോകംകാരെ കളിയാക്കുന്നു. പെറ്റമ്മ ദൂരെ നിൽക്കുന്നു, പിതാവ് കണ്ണുനീരോടെ നിൽക്കുന്നു. സഹോദരി മാറി നോക്കുക. എന്ത് ഭവിക്കും? സ്തോത്രം. എന്ത് ഭവിക്കുമെന്ന് കണ്ടോണം. ഇതാണ് അത്യുന്നതനായ ദൈവത്തിന്റെ മറവ് കരുതല്. എവിടെ നിന്ന് കൊല്ലണമെന്ന് നിയമം പുറപ്പെടുവിച്ചോ, ആര് നിയമം എഴുതി വെച്ചോ, അവന്റെ കൊട്ടാരത്തിൽ, അവന്റെ സംരക്ഷണത്തിൽ, അവന്റെ ചെലവിൽ, അവന്റെ മടിയിൽ, അവന്റെ മുമ്പിൽ, സ്തോത്രം, ശത്രുക്കളുടെ മുമ്പിൽ
നോക്കിക്കേ, മേശയൊരുക്കുന്ന ദൈവം, ശത്രുവിന്റെ കൊട്ടാരത്തിൽ നിന്നെ ഒളിപ്പിക്കുന്ന ദൈവം, ശത്രുവിന്റെ മുമ്പിൽ കൂടെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, നിന്നെ കടിച്ചു കീറുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ സന്തോഷത്തോടെ പാടി നടക്കും. അതാണ് അത്യുന്നതനായ ദൈവത്തിന്റെ മറവ്. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്തേ. മോശയുടെ ജീവിതം മുഴുവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലായിരുന്നു. മിസ്രൈമിൽ, മിഥ്യാനിൽ 40 ദിവസം പർവ്വതത്തിൽ മേഘത്തിന്റെ മറവിൽ മോശയുടെ ജീവിതം മുഴുവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലായിരുന്നു. ബാബേൽ സംസ്ഥാനത്തിൽ എബ്രായ ബാലന്മാർ തീച്ചൂള 7 മടങ്ങാണ് അവരുടെ തീച്ചൂള കൂട്ടിയത്. അവരെ വലിച്ചെറിയാൻ കൊണ്ടുപോയ ബലശാലികളായ യോദ്ധാക്കൾ കരിഞ്ഞു പോയപ്പോൾ ആ തീയുടെ നടുവിൽ നൃത്തം ചെയ്ത നാലോമനോട് ചേർത്ത് നൃത്തം ചെയ്യുവാൻ കാര്യം അത്യുന്നതനായ ദൈവത്തിന് മറവ. ഒരു സ്ത്രീയുടെ ഒരു മണവും അവരെ രക്ഷിച്ചില്ല. ബാബിലോൺ കരിഞ്ഞു പോയതല്ലാതെ അവർക്കൊന്നും സംഭവിച്ചില്ല. ഒരനർത്ഥവും അവർക്ക് സംഭവിച്ചില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം. നീ കടന്നു പോകുന്ന തീച്ചുള, കടന്നു പോകുന്ന പ്രതികൂലം, നീ കടന്നു പോകുന്ന രോഗം, കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നിന്നെ തകർക്കത്തില്ല. അത്യുന്നതിൽ ആശ്രയിക്കും. അവന്റെ മറവിൽ നിന്നെയും നിന്റെ തലമുറയെയും ശത്രുക്കളുടെ മധ്യേ നോക്കി നിൽക്കുന്ന, നിന്നെ തകർച്ച, നീ ബേണായി പോകുന്ന, നീ ഇല്ലാതായി പോകുന്ന നോക്കി നിൽക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പലരുടെയും മുമ്പിൽ ഹല്ലേലൂയ ദൈവം നിന്നെ സൂക്ഷിക്കും, നിന്നെ ഭദ്രമായി സൂക്ഷിക്കും. നീ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലാണ്, ആ സീക്രട്ട് പ്ലേസിലാണ്, ഹിഡൻ പ്ലേസിലാണ്. അതുകൊണ്ടല്ലേ ദൈവമക്കളെ ദാവീദ് പറയുന്നുണ്ട്, പരിച കൊണ്ടെന്ന പോലെ എന്നെ മറയ്ക്കും. ബാബിലോണിലെ ആ സിംഹത്തിന്റെ കുഴി ദാനിയേൽ ഭക്തൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഒറ്റ ഒരു തെറ്റേ ഉള്ളൂ, കാലത്തും വൈകിട്ട് ഉച്ചയ്ക്കും പ്രാർത്ഥിക്കുക. ശത്രുവിന്റെ പദ്ധതി നിന്റെ പ്രാർത്ഥനയാ ശത്രു നോട്ടമിട്ടിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. പ്രാർത്ഥന നിർത്തരുതേ, പ്രാർത്ഥന നിർത്തരുതേ. പ്രാർത്ഥിക്കുന്നതാണ് ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്നത്. പ്രാർത്ഥനയുടെ ആയുധത്തിന് മുമ്പിൽ ഒരു ശത്രുവിനും പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല. ആ സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ എടുത്ത് പൊക്കി താഴോട്ടിട്ടു. സ്തോത്രം. ദാനിയേൽ എന്ന് വീണത് സിംഹത്തിന് നടുവിലേക്കാ. ദാനിയേലിനൊന്നും സംഭവിച്ചില്ല. അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിൽ, അവന്റെ മറവിലേക്ക് അവനെ അവിടെ സൂക്ഷിച്ചു. പട്ടിണി കിടക്കുന്ന സിംഹമാണ്. സിംഹങ്ങൾ ഒരു കേടും വരുത്താതെ, സിംഹങ്ങൾ തന്നെ അവനെ പ്രൊട്ടക്ട് ചെയ്തു. രാത്രി തണുപ്പ് കിട്ടാതെ സിംഹങ്ങളെല്ലാം കൂടെ തൊട്ടടുത്ത് ചേർന്ന് ദാനിയേൽ അതിന് മധ്യ സുഖമായിട്ട് കിടന്നു. ഇതാണ് അത്യുന്നതനായ ദൈവത്തിന്റെ മറവ്. രാത്രി 91 സങ്കീർത്തനത്തിന്റെ വചന വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് തന്ന വചന വെളിപ്പാടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, ഇന്ന് രാത്രി നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നീ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ചില വിഷയമുണ്ട്, നീതി നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, നീ ഭാരപ്പെടേണ്ട. നിന്നെയും നിന്റെ കുടുംബത്തെയും നീ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ നിനക്കാരും സഹായമില്ലായിരിക്കാം, നിന്റെ ശുശ്രൂഷ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കാം, പലരും നിന്നെ മറന്നു കാണും. നീ ഭാരപ്പെടേണ്ട. നീ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ദൈവത്തിനെ കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ, ആ മറവ് ഞങ്ങൾക്ക് സങ്കേതമായിട്ടുള്ളതിനായ സ്തോത്രം. അനർത്ഥങ്ങളിലും കഷ്ടങ്ങളിലും ക്ലേശങ്ങളിലും ശത്രുവിന്റെ വൈരികളുടെ ഹല്ലേലൂയ
ചീറ്റിൽ ഞങ്ങളുടെ മതിൽ നേരെ ആഞ്ഞടിച്ചു വരും. സാധുക്കളെ അവിടുന്ന് അത്യുന്നതന്റെ മറവിൽ ഞങ്ങളെ വസിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഉന്നതനും ഇതേ അത്യുന്നതൻ ഞങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. ആ മറവിൽ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം വീണ്ടും ഏൽപ്പിക്കുന്നു. അങ്ങ് അത്യുന്നതനായ ദൈവമാകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.